അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. തിരുവസ്തുവിനായ ഈശോ, ഈ പ്രമാദത്തിൽ ഞങ്ങൾ ഒന്നുചേർന്നങ്ങി ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങൾ ഒന്നുചേർന്നങ്ങി ആരാധിക്കുന്നേ. ഈ ലോകം മുഴുവനോട് ചേർന്ന്, പ്രപഞ്ചത്തോട് ചേർന്ന്, സകല സൃഷ്ടികളോടും ചേർന്ന് ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഭൂവാസികളോട് ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുകയും ഈ സമയം ഈശോയെ നമുക്ക് ആരാധിക്കാം. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കുക. യേശുവേ 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 എന്ന് സ്തുതിക്കുക. ഈ ദിനം പ്രത്യേകമായ അനുഗ്രഹത്തിനും അഭിഷേകത്തിനും വേണ്ടി ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്ന തിരുവചനം 21 സങ്കീർത്തനം 3-ാം വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി. 21 സങ്കീർത്തനം 3-ാം വചനം ഇപ്രകാരം പറയുന്നു: സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. ദൈവമേ, ഈ ദിനം സമൃദ്ധമായ നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കുക. അനുഗ്രഹത്തിന് വലിയൊരു സമൃദ്ധി ഞങ്ങളുടെ ജീവിതത്തിന് ഇല്ലായ്മയിലേക്ക് ദൈവമേ അനുഗ്രഹവുമായി അവിടുന്ന് ഭക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദൈവമേ സന്ദർശിക്കുന്ന സമയം ഒരു ദൈവിക ആരാധനയും ഈ ദൈവം നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും സന്ദർശിക്കുന്ന സമയം. ഈ ദൈവം നമ്മെ സന്ദർശിക്കുന്നത് തിരുവചനം പറയുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായിട്ട്. ഈശോ ഈ അനുഗ്രഹങ്ങൾ തരണമേ, ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ഈശോ എൻ്റെ യാചന കേൾക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരാൻ വേണ്ടി ആഗ്രഹിച്ച് ഇതിനും വലിയൊരു അനുഗ്രഹമായി മാറാൻ ആഗ്രഹിച്ച് ഇരുകരം ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ യേശുവേ എന്ന് സ്തുതിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക. സാധിക്കുന്നവർ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന യേശുവേ ആരാധന. ഞാൻ സോണിയ മുതലക്കോടത്ത് നിന്ന് വരുന്നു.
എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം. 9ാം ക്ലാസ്സിൽ വെച്ച് മോൾക്ക് പെട്ടെന്ന് തലകറക്കം വരികയും 3-4 തവണ പല ദിവസങ്ങളിലായി ഫിറ്റ്സ് വരികയും ചെയ്തു. പല ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയെങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ഡോക്ടർമാർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ മോളെയും കൊണ്ട് ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ ശനിയാഴ്ച റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷൻ കൂടി താബോർ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നേൽ അച്ഛൻ ഒത്തിരി രോഗസൗഖ്യങ്ങൾ ദൈവിക സന്ദേശമായി പറയുമ്പോഴും ഇങ്ങനെ ഒരു രോഗസൗഖ്യം പറഞ്ഞില്ലല്ലോ എന്നോർത്ത് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഒരു ശനിയാഴ്ച ഫിറ്റ്സ് രോഗം സൗഖ്യം നൽകുന്നുവെന്നും ഇതുവരെ ഫുൾ A+ കിട്ടാത്ത മകൾക്ക് ഫുൾ A+ ലഭിക്കുന്നതായും ബഹുമാനപ്പെട്ട ജോർജി അച്ഛൻ സന്ദേശം പറഞ്ഞു. അങ്ങനെ മോളുടെ അസുഖം പൂർണ്ണമായും മാറുകയും SSLC പരീക്ഷയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഫുൾ A+ ലഭിക്കുകയും ചെയ്തു. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ പപ്പയുടെ 3 പവൻ്റെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാനും 90 ദിവസത്തിനുള്ളിൽ വീട്ടിൽ നിന്ന് തന്നെ മാല കിട്ടുമെന്നും ജോർജി അച്ഛൻ പറഞ്ഞിരുന്നു. ഒത്തിരി അന്വേഷിച്ചിട്ടും മാല കിട്ടിയില്ല. പിന്നീട് കേടായ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യാൻ പലതവണയും ആളെ വിളിക്കുന്നതാണ്. ഇത്തവണ എൻ്റെ ബ്രദർ തന്നെ വാഷിംഗ് മെഷീനിൽ നോക്കുമ്പോൾ ഡ്രയറിൽ കുടുങ്ങിയ നിലയിൽ മാല കണ്ടുകിട്ടി. പരിശുദ്ധ താബോർ മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥതയിൽ ഇത്രയും വലിയ അനുഗ്രഹം തന്ന നല്ലവനായ ഈശോയ്ക്ക് 1000 നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിച്ചു. ഈ ദിനം ഈശോയോടൊപ്പം